തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് 13-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സെക്രട്ടേറിയറ്റാണ് ഇപ്പോഴും തുടരുന്നത്. സമീപകാലത്തൊന്നും ഇത്ര നീണ്ട സമയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടില്ല. പിണറായി വിജയനും MA ബേബിയും അടക്കമുള്ള എല്ലാ നേതാക്കളും മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട്. റഹീസ് റഷീദ് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. റഹീസ്, സമീപകാലത്തേതുപോലെയല്ല, ഒരുപാട് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനുണ്ടാവും, വിമർശനങ്ങൾ ഉന്നയിക്കാനുണ്ടാവും, തിരുത്തലുകൾ മനസ്സിലാക്കാനുണ്ടാവും. എല്ലാവർക്കും പറയാനുള്ളത് എല്ലാം കേൾക്കേണ്ടതായും വരും. 13 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ്? എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ടോ? ഷിഹാസ്, അടുത്ത കാലത്തൊന്നും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇത്ര സമയം നീണ്ടു നിന്നിട്ടില്ല. സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങി 12:30 പിരിയുന്നതാണ് ഒരു രീതി. ഇനി ഏറ്റവും അറ്റത്തേക്ക് പോയാൽ ഒരു 4 മണിയോടുകൂടി അവസാനിക്കുന്നതാണ് രീതി. ആ രീതിയൊക്കെ മറികടന്ന് ഇപ്പോൾ ഏതാണ്ട് 10 മണി കഴിഞ്ഞ സമയത്തും സെക്രട്ടേറിയറ്റ് തുടരുകയാണ്. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കളെല്ലാം മുഴുവൻ സമയവും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ആദ്യം ആകെ ഉച്ചയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിരിഞ്ഞു. അതിനുശേഷം വൈകുന്നേരം കുറച്ച് സമയം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിരിഞ്ഞതൊഴിച്ചാൽ വീണ്ടും യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശദമായി തോൽവി പഠിക്കുകയാണ് എന്നാണ് നേതൃത്വത്തിലുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി നീണ്ടുപോകാം എന്നും അവിടെയുള്ള എക്സൈസ് സെന്ററുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തുടരട്ടെ എന്നൊരു ധാരണ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം ഏതൊക്കെ തരത്തിലാണ് പാർട്ടി പരിശോധിച്ച് തിരുത്തൽ നടത്തേണ്ടത് എന്നതിന്റെ വിശദമായ ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് വന്ന് തന്നെ പറഞ്ഞു ഏത് തരത്തിലാണ് പാർട്ടി പരിശോധിക്കുന്നതെന്ന്. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് വിജയവും തോൽവിയുമൊക്കെ പാർട്ടി മേൽഘടകങ്ങൾ പരിശോധിച്ച് ഇന്ന പ്രശ്നങ്ങളാണ് സംഭവിച്ചത്, ഇന്ന തിരുത്തലുകൾ വേണം എന്ന് കീഴ്ഘടകങ്ങളെ അറിയിക്കുന്നതാണ് CPM-ന്റെ സാധാരണഗതിയിലുള്ള ഒരു രീതി. പക്ഷേ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് കീഴ്ഘടകങ്ങളിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചു എന്ന് പഠിച്ച് അവിടെ പാർട്ടിക്കാർക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം തിരുത്തൽ പ്രക്രിയയിലേക്ക് പോയാൽ മതി എന്നതായിരുന്നു. അതൊരു അസാധാരണ നടപടിക്രമമാണ്. ഈ മെയ് ജൂൺ മാസത്തോടുകൂടി അത് പൂർത്തിയാക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരം അസാധാരണമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ഒരു ചർച്ചയായതുകൊണ്ടാവാം 13-ാം മണിക്കൂറിലും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നത്. ഷിഹാബ്, ശരി. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.